അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം. والحق هو الثابت الباقي الذي لا يزول إن الباطل لا بقاء له ولا ثبات. ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണാൻ സാധിച്ചു. മുജാഹിദ് നേതാവ് ദിന്നി വിഭാഗം നേതാവ് ടി.കെ. അഷ്റഫിൻ്റേതാണ് ഈ പോസ്റ്റ്. അതിൽ അദ്ദേഹം ഹെഡിങ് തന്നെ വെച്ചിട്ടുള്ളത് മുനവ്വർ അലി തങ്ങളോട് വിയോജിക്കുന്നു എന്നാണ്. അദ്ദേഹം പറയുകയാണ്, സുന്നി മുസ്ലിങ്ങൾക്കെതിരെയും വിശുദ്ധ ഹറമുകൾക്കെതിരെയും ഷിയാക്കൾ സ്വീകരിച്ച ക്രൂരമായ നിലപാടുകൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഹറമുകൾക്ക് മുകളിൽ മിസൈലുകൾ പൊട്ടിത്തെറിച്ചതും സുന്നികളെ കൂട്ടക്കൊല ചെയ്തതുമായ യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഷിയ നേതാവിനെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക? ഇത് ഷിയായിസം എന്ന പിയച്ച ആശയത്തെ സമുദായത്തിനിടയിൽ വെള്ളപൂശാനെ ഉപകരിക്കും. സയനിസത്തെയും സാമ്രാജ്യത്വത്തെയും എതിർക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ ആദർശ വൈകല്യങ്ങൾ ഇല്ലാതെയാകുന്നില്ല എന്നാണ് ടി.കെ. അഷ്റഫ് പറയുന്നത്. ഞാനിത് വായിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ചിരിച്ചുപോയി. കാരണം ആരാണിത് പറയുന്നത്? നമുക്കറിയാം, ഷിയാക്കൾ ഒരിക്കലും നമ്മുടെ അഖീദയോട് യോജിക്കാത്ത വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. മഹാന്മാരായ സ്വഹാബത്തിനെയും ഖുലഫാ ഉർ റാഷിദുകളെയും ഉമ്മഹാത്തുൽ മുഅ്മിനീനെയും ഒക്കെ വളരെ നിശിതമായി നികർഷ്ടമായ ഭാഷയിൽ പരിചയപ്പെടുത്തുന്ന പ്രചരിപ്പിക്കുന്ന വളരെ മോശപ്പെട്ട വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് ഷിയാക്കൾ. ഒക്കെ യാഥാർത്ഥ്യമാണ്. ഒരുപാട് സുന്നികളെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതൊക്കെ ഉപദേശിക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ട ക്വാളിറ്റി. കാരണം ആരാണ് ഈ ഉപദേശം നടത്തുന്നത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആശയങ്ങളെ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി സംഘടന രൂപീകരിച്ച വഹാബികൾ. ആരാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്? അദ്ദേഹം ഈ ലോകത്ത് സുന്നി മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം സുന്നികളെ കൊന്നത്ര ആരാണ് ചരിത്രത്തിൽ ഒരാളുള്ളത് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ? നോക്കണം നിങ്ങൾ. പിന്നെ അദ്ദേഹം പറയുന്നത് ഹറമിൻ്റെ മേലെ മിസൈലുകൾ അയച്ച് ഭീകരാക്രമണം സൃഷ്ടിച്ച ഷിയാക്കളെന്നാണ്. യഥാർത്ഥത്തിൽ ഹറമിൽ നടത്തിയ ഭീകരാക്രമണവും ഹറമിൽ നടത്തിയ കൊള്ളയും ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കാലഘട്ടത്തിലാണ്. ഇരു ഹറമുകളിലും കൊള്ള നടത്തി പരിശുദ്ധ റൗള ഷരീഫിലെ വില കൂടിയ രത്നങ്ങളും അവിടുത്തെ നേർച്ചയാക്കപ്പെട്ട വസ്തുക്കളുമൊക്കെ കൊള്ളയടിച്ച് തങ്ങളുടെ കൂലിത്തല്ലുകാർക്കിടയിൽ വിതരണം ചെയ്ത മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആശയം പ്രചരിപ്പിക്കുന്ന ടി.കെ. അഷ്റഫെ ആർക്കാണ് നിങ്ങൾ ഉറക്കെഴുതി കൊടുക്കുന്നത്? പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾക്കോ? ആരാണ് മുനവ്വർ അലി തങ്ങൾ? നിങ്ങളുടെ വിശ്വാസപ്രകാരം അദ്ദേഹം മുസ്ലിമാണോ? നിരന്തരം കേരളത്തിൻ്റെ കവലാന്തരം നിങ്ങൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രപിതാക്കളെയും അദ്ദേഹം ഉൾക്കൊള്ളുന്ന സുന്നി സമൂഹത്തെയും കാഫിറുകളെന്നും മുശ്രിക്കുകളെന്നും നിരന്തരം ചാപ്പകുത്തി, എന്തിനേറെ ഒരു പടി കടന്ന് ഷിയാക്കളെന്ന് പോലും അല്ലേ നിങ്ങൾ സുന്നികളെ പരിചയപ്പെടുത്തുന്നത്? ആ ഷിയാക്കളെയാണോ നിങ്ങൾ ഉപദേശിക്കാൻ വരുന്നത്? അപ്പോൾ നിങ്ങൾ ഈ ലോകത്തിന് മുമ്പിൽ ചെയ്ത ക്രൂരത, കണ്ണില്ലാത്ത ക്രൂരതകൾ, എത്രയോ ഗ്രന്ഥങ്ങൾ തകർത്തു, എത്രയോ മുസ്ലിം പണ്ഡിതന്മാരെ കൊന്നൊടുക്കി, എത്രയോ പ്രദേശങ്ങൾ ഒന്നടങ്കം നാമാവശേഷമാക്കി, ഇതെല്ലാം ചെയ്തത് നിങ്ങളിപ്പോൾ പ്രചരിപ്പിക്കുന്ന ആശയത്തിൻ്റെ സ്രോതസ്സാകുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ചെയ്ത ക്രൂരതയ്ക്ക് കയ്യും കണക്കുണ്ടോ? എന്നിട്ട് നിങ്ങൾ ഈ വേശ്യയുടെ ചാരിത്ര പ്രസംഗം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ചിരി വരികയാണ്. ഷഹീദ് എന്ന പദം അതിന് ഏതെല്ലാം അർത്ഥത്തിൽ ഉപയോഗിക്കാം മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്ന ബാലപാഠം പോലും നിങ്ങൾക്കറിയില്ലേ? ആ ഏതെങ്കിലും ഒരർത്ഥത്തിന് വെച്ച് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് വിവാദം ഒഴിവാക്കാമായിരുന്നല്ലോ. പക്ഷേ നിങ്ങൾ എരന്നു വാങ്ങാൻ വേണ്ടി വന്നതല്ലേ? നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെ ഇത്തരം മോശപ്പെട്ട ചരിത്രങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരിക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ തലയണിക്കടിയിൽ ഉണ്ടായിരിക്കെ, അത് ഓർമ്മപ്പെടുത്താൻ ഇങ്ങനെ മുനവ്വർ അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഒരു എഴുത്തുമായിട്ട് വന്നത് വളരെ മോശമായിപ്പോയില്ലേ? ഇതൊക്കെ ജനങ്ങൾ ഓർത്തെടുക്കാനത് കാരണമായില്ലേ? അപ്പോൾ അവസാനമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഷിയാക്കളാണെങ്കിലും ഞങ്ങൾക്ക് വഹാബികളാണെങ്കിലും ഒക്കെ ആദർശപരമായിട്ടും അഖീദപരമായിട്ടും ഒക്കെ ഒരുപോലെയാണ്, പിയച്ച ആശയക്കാരൻ. പക്ഷേ ഇപ്പോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ തികച്ചും നമ്മൾ ഈ ആശയങ്ങൾക്ക് അതീതമായി മനുഷ്യൻ എന്ന നിലയ്ക്ക് ആപേക്ഷികമായിട്ടാണ് ഈ പിന്തുണ നൽകുന്നത്. അവരുടെ ആശയങ്ങൾ വാരിപ്പുണരാനോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താനോ ഒന്നുമല്ല നമ്മളിവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. മറിച്ച് ലോക ഭീകരന്മാരായ ഇസ്രായേലിൻ്റെ നെറികേടിനെതിരെ എണീറ്റ് നിൽക്കാൻ ഒരാൺകുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവരെ പുകഴ്ത്താനും അവരെ വാഴ്ത്താനും മാത്രമേ മനസാക്ഷിയുള്ള ഒരാൾക്ക് സാധിക്കുള്ളൂ. കാരണം ലോകത്ത് അത്രയും ക്രൂരമായിരിക്കുന്ന പീഡനങ്ങൾ അയച്ചുവിടുന്ന സയനിസ്റ്റ് ഭീകരവാദികൾക്കെതിരെ മനുഷ്യൻ എന്ന നിലയ്ക്ക് അവരെ ചെറുത്തു തോൽപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ, പ്രാർത്ഥന കൊണ്ടോ മറ്റോ എന്തെല്ലാം പിന്തുണ നമുക്ക് നൽകാൻ കഴിയും, അതെല്ലാം നമ്മൾ നൽകുക എന്നതാണ് നമ്മുടെ നയം. ഇവിടെ
അവരുടെ ആശയമോ അവരുടെ ആദർശമോ നമ്മളിവിടെ കടം കൊള്ളുകയോ അല്ലെങ്കിൽ അവരെ ആ ആദർശത്തെയോ ആ ആശയങ്ങളെയോ വാരി പുണരുകയോ ചെയ്യുന്നില്ല. ഒരു യഥാർത്ഥ അഖീദ ഉറച്ച സുന്നിയായ ഒരു മുസ്ലിമിന് അതിന് സാധിക്കുകയുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ടി കെ അഷ്റഫിൻ്റെ ആ പോസ്റ്റിനടിയിൽ വന്ന ഒരൊറ്റ കമൻറ്റ് കൂടി വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എബ്സ്റ്റീൻ്റെ വേശ്യാലയത്തിൽ കഅബയുടെ കിസ്വ വിരിച്ചു കൊടുത്ത അഹ്ലു സുന്നത്തിൻ്റെ സ്വന്തം സൗദിയെക്കുറിച്ച് ഒന്നും പറയാനില്ലേ വഹാബി എന്നാണ് ഉനൈസ് എന്ന് പറയുന്നൊരു സഹോദരൻ ചോദിച്ചത്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇത് കണ്ടിട്ട് അത് കേട്ടിട്ട് ഈ വാർത്തകളൊക്കെ എബ്സ്റ്റീൻ്റെ വാർത്തകളൊക്കെ ലോകത്ത് ഇങ്ങനെ ഇത്രയധികം പ്രചാരം നേടിയിട്ടും ടി കെ അഷ്റഫിൻ്റെ ഇരുട്ടുമുറികളിലോ ടി കെ അഷ്റഫിൻ്റെ മീഡിയ റൂമിലോ അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയും നടക്കാതെ പോകുന്നത് ഖേദകരം തന്നെയാണ്. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.